ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. നമ്മൾ മക്കളെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അപ്പനും അമ്മയും മക്കളുടെ ആത്മാക്കളെ ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് മക്കളുടെ ആത്മാവിനെ വേണം. മദ്യപിക്കുന്ന ഭർത്താവിന് വേണ്ടിയിട്ട് എനിക്ക് ഇയാളുടെ ആത്മാവിനെ വേണം, ഇയാൾ നശിച്ചു പോകരുതെന്ന് വിചാരിച്ചിട്ട് മദ്യപിക്കുന്ന ഭർത്താവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടോ? നിങ്ങളെപ്പോഴും ഇങ്ങനെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് കളയാറുണ്ട് ചിലവർ. മദ്യപിച്ച് വരുന്നയാളെ അയാളോട് വഴക്കിട്ട് അയാളെയും ഇങ്ങനെ അരിശം കയറ്റി ചീത്ത പറയിപ്പിച്ച് അങ്ങനെ എത്രയോ സായാഹ്നങ്ങൾ, ദൈവാനുഗ്രഹത്താൽ നിറയ്ക്കേണ്ട സായാഹ്നങ്ങൾ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലേ? അപ്പോൾ ആത്മാക്കളെ നിങ്ങൾ നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ ആത്മാക്കളെ നേടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഭർത്താവ് കുമ്പസാരിക്കുന്നില്ല, ഇവിടെ അങ്ങനെ മുറിയിൽ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുമ്പസാരിക്കുകയാണെങ്കിൽ മുട്ടുകുത്തുമ്പോൾ ഭർത്താവ് മുട്ടുകുത്താൻ വേണ്ടി കാഴ്ചവെക്ക്. ലോക മിഷണറി മധ്യസ്ഥരിൽ പ്രധാനനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയൊക്കെ ചൈതന്യം ഇങ്ങനെ ആത്മരക്ഷകൾ നേടിക്കൊണ്ടിരുന്നു. കുറേ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആത്മാക്കൾ ഇങ്ങനെ നേടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് ആത്മാക്കളെ നേടുക. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ മകനുണ്ടെങ്കിൽ, പള്ളി വരാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ആത്മാക്കളെ തരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ഒന്ന് ചേർന്ന് പാടാവോ? ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക.